ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. വാക്കുകൾക്ക് നശിപ്പിക്കാനും സുഖപ്പെടുത്താനുമുള്ള ശക്തിയുണ്ട്. വാക്കുകൾ സത്യവും ദയയുമുള്ളതാണെങ്കിൽ അവയ്ക്ക് നമ്മുടെ ലോകത്തെ മാറ്റാൻ കഴിയും. ബുദ്ധൻ. ഹിമാലയത്തിന്റെ താഴ്വരയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ സാധു എന്ന ഒരു മുനി സ്വസ്ഥ ജീവിതം നയിച്ചു വന്നു. പ്രകൃതിയുമായി ഇണങ്ങിയുള്ള ജീവിതം, ധ്യാനം, മറ്റുള്ളവരെ സഹായിക്കുക എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ജീവിത വിഷയങ്ങൾ. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് അസാധാരണമായ ഒരു ശക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നതുപോലെ എല്ലാം സംഭവിക്കുമെന്ന് ഗ്രാമീണർ വിശ്വസിച്ചു. ഒരു ദിവസം ഗ്രാമത്തിൽ വലിയ പ്രശ്നം ഉണ്ടായി. ഗ്രാമത്തിനടുത്തുള്ള നദിയിലെ വെള്ളം മലിനമായി. അത് കാരണം ഗ്രാമീണർക്ക് കുടിക്കാൻ വെള്ളം ലഭിക്കാതെ വന്നു. ആളുകൾ ഭയന്നു, നിരാശരായി. സാധു മുനിയുടെ അടുക്കൽ എത്തി പ്രശ്നം പറഞ്ഞു. സാധു പുഞ്ചിരിച്ചു പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ടവരെ, ദുഃഖിക്കേണ്ട, ഈ വെള്ളം ശുദ്ധമാകും. നമുക്ക് പ്രകൃതിയോട് ക്ഷമാപണം നടത്താം, നന്മ വാക്കുകൾ മന്ത്രിക്കാം. ഗ്രാമീണർ ഒരുമിച്ച് നദിയിലേക്ക് പോയി. സാധു മുനിയുടെ നേതൃത്വത്തിൽ പ്രകൃതിയോട് ക്ഷമാപണം നടത്തി വെള്ളം ശുദ്ധമാകാനായി മന്ത്രിച്ചു. അവർ, നദീ മാതാ, ക്ഷമിക്കണേ. ഞങ്ങൾ പ്രകൃതിയെ വേദനിപ്പിച്ചു. ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഞങ്ങൾ ശുദ്ധമായ വെള്ളത്തിനായി പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥന അവസാനിച്ചപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു. നദിയിലെ വെള്ളം തെളിഞ്ഞു, മലിനീകരണം പൂർണ്ണമായും ഇല്ലാതായി. ഗ്രാമീണർ സന്തോഷത്തോടെ ആർത്തുവിളിച്ചു. സാധു മുനിയും അവരോടൊപ്പം ചിരിച്ചു. ഈ സംഭവം ഗ്രാമീണർക്ക് വലിയൊരു പാഠമായിരുന്നു. അവർ മനസ്സിലാക്കി, വാക്കുകൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനുള്ള ശക്തിയുണ്ട്. നല്ല വാക്കുകൾ സമാധാനം കൊണ്ടുവരുന്നു. മോശം വാക്കുകൾ വേദനയും ദുരിതവും സൃഷ്ടിക്കുന്നു. വാക്കുകൾ നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ മാറ്റാൻ കഴിയും. വാക്കുകളുടെ ശക്തിയെക്കുറിച്ചുള്ള ഈ പുരാണ ഐതിഹ്യം നമുക്ക് ഓർമ്മപ്പെടുത്തുന്നു. വാക്കുകൾ ശക്തമാണ്, അവ സൃഷ്ടിക്കുന്നു. ഒരു വർഷം കഴിഞ്ഞു. ഗ്രാമീണർ വാക്കുകളുടെ ശക്തിയെക്കുറിച്ച് ഓർമ്മിച്ചുവെങ്കിലും അവർ അവരുടെ പഴയ ശീലങ്ങളിലേക്ക് തിരിച്ചുവരാൻ തുടങ്ങി. അവർ പ്രകൃതിയെ മലിനപ്പെടുത്തി വഴക്കുകളും തർക്കങ്ങളും ആരംഭിച്ചു. സാധുമുനി ഗ്രാമീണരുടെ മാറ്റം കണ്ടു. അദ്ദേഹം അവരെ വിളിച്ചുകൂട്ടി പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? പ്രകൃതിയെ വീണ്ടും മലിനപ്പെടുത്തുന്നത് എന്തിനാണ്? വാക്കുകൾക്ക് മാറ്റം വരുത്താനുള്ള ശക്തിയുണ്ട്. നമുക്ക് ദയുള്ള വാക്കുകൾ ഉപയോഗിക്കാം, പ്രകൃതിയെ മാനിക്കാൻ പഠിക്കാം. ഗ്രാമീണർ സാധുവിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു. അവർ തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി. അവർ വീണ്ടും പ്രകൃതിയോട് ക്ഷമാപണം നടത്തി. അവർ നദി വൃത്തിയാക്കാൻ തുടങ്ങി, മരങ്ങൾ നട്ടു, പ്രകൃതിയെ സംരക്ഷിക്കാൻ പ്രതിജ്ഞയെടുത്തു. പതിവ് നല്ല വാക്കുകൾ ഉപയോഗിക്കുന്നതിന്റെ ഗുണങ്ങൾ അവർ തിരിച്ചറിഞ്ഞു. തർക്കങ്ങൾ കുറഞ്ഞു, സ്നേഹവും സഹകരണവും വർദ്ധിച്ചു. ഗ്രാമം വീണ്ടും സമാധാനപരമായ ഒരു സ്ഥലമായി മാറി. വാക്കുകളുടെ ശക്തിയെക്കുറിച്ചുള്ള ഈ കഥ നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ. വാക്കുകളുടെ ശക്തി ദൈനംദിന ജീവിതത്തിൽ പ്രയോഗിക്കണം. മാറ്റം വരുത്താൻ വാക്കുകൾ ദിവസവും ഉപയോഗിക്കണം. വാക്കുകൾ ശീലമാകണം. വാക്കുകൾ മാറ്റം വരുത്താൻ ശീലമായി മാറണം. ദയുള്ള വാക്കുകൾ ഉപയോഗിക്കുക. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും പ്രചോദിപ്പിക്കാനും ദയുള്ള വാക്കുകൾ ഉപയോഗിക്കുക. നെഗറ്റീവ് വാക്കുകൾ ഒഴിവാക്കുക. നമ്മെയും മറ്റുള്ളവരെയും താഴ്ത്തുന്ന നെഗറ്റീവ് വാക്കുകൾ ഒഴിവാക്കുക. നന്മയുടെ സന്ദേശം പ്രചരിപ്പിക്കുക. നന്മയുടെ സന്ദേശം പ്രചരിപ്പിക്കാൻ നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കാം. വാക്കുകൾ നമ്മുടെ ജീവിതത്തെ മാറ്റാൻ കഴിയും. നമ്മൾ അവരെ ജ്ഞാനപൂർവ്വം ഉപയോഗിക്കണം. ലോകത്തെ ഒരു മികച്ച സ്ഥലമാക്കാൻ അവരുടെ ശക്തി ഉപയോഗിക്കണം. ഈ കഥ 3-ാം ഭാഗത്തിലേക്ക് തുടരും. അവിടെ നമ്മൾ വാക്കുകളുടെ ശക്തിയെക്കുറിച്ചുള്ള കൂടുതൽ ഉദാഹരണങ്ങൾ കാണും. നാം എങ്ങനെ വാക്കുകൾ ഉപയോഗിച്ച് ഞങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും ലോകത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്താനും കഴിയുമെന്ന് പഠിക്കും. ഭാഗം 3. വാക്കുകളുടെ യഥാർത്ഥ ശക്തി. ഗ്രാമം സമാധാനത്തിന്റെ ഒരു മാതൃകയായി മാറി. ഗ്രാമീണർ പ്രകൃതിയോട് യോജിച്ചു ജീവിച്ചു, പരസ്പരം സഹായിച്ചു, ദയുള്ള വാക്കുകൾ ഉപയോഗിച്ചു. അവരുടെ സന്തോഷവും സമാധാനവും അയൽ ഗ്രാമങ്ങളിലേക്കും പടർന്നു. ഒരു ദിവസം അടുത്ത ഗ്രാമത്തിലെ ആളുകൾ ഗ്രാമം സന്ദർശിച്ചു. അവർ ഗ്രാമത്തിന്റെ സൗന്ദര്യവും ഗ്രാമീണരുടെ സന്തോഷവും കണ്ടു അത്ഭുതപ്പെട്ടു. അവർ ഗ്രാമീണർ എങ്ങനെയാണ് ഇത്ര സന്തോഷവും സമാധാനവും പുലർത്തുന്നതെന്ന് ചോദിച്ചു. ഗ്രാമീണർ പുഞ്ചിരിച്ചു. വാക്കുകളുടെ ശക്തിയെക്കുറിച്ച് അവർക്ക് പറഞ്ഞു. അവർ പറഞ്ഞു, വാക്കുകൾക്ക് മാറ്റം വരുത്താനുള്ള ശക്തിയുണ്ട്. ദയുള്ള വാക്കുകൾ പറയുമ്പോൾ സമാധാനവും സന്തോഷവും സൃഷ്ടിക്കുന്നു.
നെഗറ്റീവ് വാക്കുകൾ പറയുമ്പോൾ പ്രശ്നങ്ങളും വേദനയും സൃഷ്ടിക്കുന്നു. ഞങ്ങൾ ഈ പാഠം പഠിച്ചു, ഞങ്ങളുടെ ജീവിതം മാറ്റി. അയൽ ഗ്രാമത്തിലെ ആളുകൾ ഗ്രാമീണരുടെ വാക്കുകൾ ശ്രദ്ധിച്ചു. അവർ വാക്കുകളുടെ ശക്തി മനസ്സിലാക്കി. അവർ മടങ്ങി അവരുടെ ഗ്രാമത്തിലും മാറ്റം വരുത്താൻ തുടങ്ങി. അവർ ദയുള്ള വാക്കുകൾ ഉപയോഗിക്കാനും പ്രകൃതിയോട് യോജിച്ചു ജീവിക്കാനും പഠിച്ചു. വാക്കുകളുടെ ശക്തിയെക്കുറിച്ചുള്ള വാർത്ത ദൂരെയുള്ള ഗ്രാമങ്ങളിലേക്ക് പടർന്നു. കൂടുതൽ ആളുകൾ ഗ്രാമം സന്ദർശിക്കാനും വാക്കുകളുടെ ശക്തിയെക്കുറിച്ച് പഠിക്കാനും തുടങ്ങി. ലോകമെമ്പാടും ആളുകൾ വാക്കുകളുടെ ശക്തി തിരിച്ചറിഞ്ഞു. അവർ ദയുള്ള വാക്കുകൾ ഉപയോഗിക്കാനും ലോകത്തെ സമാധാനപരമായ ഒരു സ്ഥലമാക്കാനും തുടങ്ങി. വാക്കുകളുടെ ശക്തിയെക്കുറിച്ചുള്ള ഈ കഥ നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ. വാക്കുകളുടെ ശക്തി ഒരു വ്യക്തിയെ മാത്രമല്ല, മുഴുവൻ ലോകത്തെയും മാറ്റാനുള്ള കഴിവുണ്ട്. ദയുള്ള വാക്കുകൾ പറയുന്നത് ഒരു ലളിതമായ കാര്യമാണ്, പക്ഷേ അത് ലോകത്തിലെ നെഗറ്റിവിറ്റിയെ ഇല്ലാതാക്കാൻ കഴിയും. വാക്കുകൾ ശക്തമായ ഉപകരണങ്ങളാണ്, നമ്മൾ അവ ജ്ഞാനപൂർവ്വം ഉപയോഗിക്കണം. വാക്കുകൾ ഉപയോഗിച്ച് ലോകത്തെ മികച്ച സ്ഥലമാക്കാൻ നമ്മെല്ലാവർക്കും കഴിയും. ജയ് ഹിന്ദ്. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.